ഹരേ കൃഷ്ണ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂർ പുണ്യഭൂമിയിൽ ഭക്തലക്ഷങ്ങളുടെ പ്രാർത്ഥനകളെ സഫലമാക്കിക്കൊണ്ട് ശ്രീലകത്ത് ആനന്ദക്കണ്ണനായി വാഴുന്ന പൊന്നുണ്ണി അതീവ സുന്ദരനായി വിളങ്ങി നിൽക്കുകയാണ്. ഭഗവാന് ഇന്ന് ഉച്ചപൂജയും അതിവിശിഷ്ടമായിട്ടുള്ള കളഭാഭിഷേകവും അതോടൊപ്പം അതിമനോഹരായ കളഭാലങ്കാരങ്ങളും ഒക്കെ ചാർത്തിയിരിക്കുകയാണ്. പുണ്യനിമിഷങ്ങളുടെ ഈ പവിത്രതയിലേക്ക് ആ ഒരു ഉണ്ണിക്കണ്ണൻ്റെ രൂപം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. കളഭം അർപ്പിക്കുന്നത് വെറൊരു അലങ്കാരം മാത്രമല്ല, അത് ഭക്തൻ്റെ അഹങ്കാരത്തെയും തമോ ഗുണങ്ങളെയും ഭഗവത് പാദങ്ങളിൽ അർപ്പിച്ച് മനസ്സിനെ ശാന്തവും സുഗന്ധപൂരിതവുമാക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. സുഗന്ധം പരത്തുന്ന കളഭം നമ്മുടെ ഉള്ളിലെ ഈശ്വര ചൈതന്യം പ്രകാശിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ആ തിരുരൂപം ദർശിക്കാം. പട്ടുകോണവും ചാർത്തി നിൽക്കുന്ന പൊന്നുണ്ണി കണ്ണനാണ്. അരിഞ്ഞാണായിട്ട് മുത്തുകൾ കോർത്ത് മുത്തരഞ്ഞാണം ഇങ്ങനെ അണിഞ്ഞിരിക്കുന്നു. കളിച്ചിരികളോടെ ഓടി നടക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ അരയിലെ മുത്തരഞ്ഞാണം കിലുങ്ങുമ്പോൾ പ്രപഞ്ചം മുഴുവൻ ആനന്ദത്താൽ നൃത്തം വയ്ക്കുകയാണ്. ഉണ്ണിക്കണ്ണൻ്റെ ആ കുഞ്ഞു പാദങ്ങളിൽ സ്വർണത്തിൻ്റെ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്. ആ പാദങ്ങൾ നമ്മളെ സംസാര സാഗരത്തിൽ നിന്ന് കരകയറ്റുന്ന തോണികളാണ്. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിക്കുമ്പോൾ നമ്മുടെ സമസ്ത ദുഃഖങ്ങളും ഇല്ലാണ്ടാവാണ്. മുത്തരഞ്ഞാണം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ താളത്തെയും പട്ടുകോണകം എന്ന് പറയുന്നത് ഭഗവാന്റെ മായാരൂപത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഈ ദിവ്യരൂപം മനസ്സിലുറപ്പിച്ച് ഭക്തിയോടെ നമ്മളെ ശരണം വിളിക്കുമ്പോൾ ജീവാത്മാവ് പരമാത്മാവിലേക്ക് ലയിക്കുകയാണ്. കണ്ണൻ്റെ വലത് കയ്യിൽ നോക്കി നോക്കൂ, ഒരു വെണ്ണയുരുളയുണ്ട്. ഇടത് കയ്യിൽ ഓടക്കുഴലും. ഈ വെണ്ണയുരുളയും ഓടക്കുഴലും കണ്ണൻ ഇങ്ങനെ മാറോട് ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വെണ്ണയും ഓടക്കുഴലും കൈകളിൽ കിട്ടിയതിൻ്റെ എല്ലാ കുസൃതിയും സന്തോഷവും ഭഗവാന്റെ മുഖത്തുണ്ട്. ഭഗവാന്റെ കൈകളിൽ സ്വർണ്ണവളകളും തോളുകളിൽ തോൾവളകളും തിളങ്ങുന്നുണ്ട്. കഴുത്തിൽ അതീവ ചാരുതയായിട്ട് മാങ്ങാമാലുണ്ട്, പതക്കുണ്ട്, പിന്നെ വളയം പോലുള്ള മാലയുണ്ട്. വലതു കൈയിലെ വെണ്ണ എന്ന് പറയുന്നത് നിഷ്കളങ്കമായ ഭക്തിയുടെ പ്രതീകമാണ്. ഭക്തൻ്റെ ഉരുകിയ മനസ്സാകുന്ന വെണ്ണയാണ് കണ്ണന് ഏറ്റവും പ്രിയകരം എന്നുള്ളതാണ്. ഇടത് കൈയിലെ ഓടക്കുഴല് പ്രണവനാഥത്തിൻ്റെ പ്രതീകമാണ്, അതായത് ഓംകാരത്തിൻ്റെ പ്രതീകമാണ്. ഉള്ളിലെ ശൂന്യതയെ ഭഗവത് ചിന്തയാൽ നിറയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതം സംഗീതമായി മാറണു എന്ന് പറയാം. വെണ്ണയും ഓടക്കുഴലും മാറോട് ചേർക്കുന്നത് ഭക്തനെ ഭഗവാൻ എങ്ങനെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തണു എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരികയാണ്. ഇനി തിരുമുഖത്തേക്ക് നോക്കി നോക്കൂ. ചെവികളിൽ തിളങ്ങുന്ന ചെവിപ്പൂക്കളുണ്ട്. നെറ്റിയിൽ ഗോപീചന്ദനവും സ്വർണ്ണഗോപിയും ചാർത്തിയിട്ടുണ്ട്. ആ മന്ദഹാസം തൂകുന്ന മുഖത്ത് അനുഗ്രഹവർഷം ചൊരിയുന്ന കാരുണ്യം പ്രവഹിക്കുന്നുണ്ട്. ശിരസിൽ ചാർത്തിയ പൊന്നിൻ കിരീടത്തിന് മുകളിൽ പുഷ്പങ്ങൾ കൊണ്ടുള്ള പ്രകൃതിയുടെ ഒരു വിധാനം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. 3 തിരുമുടി മാലകളാണ് കിരീടത്തിന് മുകളിലായിട്ട് ചാർത്തിയിട്ടുള്ളത്. തെച്ചിപ്പൂക്കൾ മാത്രം കോർത്തുണ്ടാക്കിയിട്ടുള്ള ഒരു മാലയുണ്ട്. വെളുത്ത പൂക്കളും തെച്ചിയും കൂടി ഇടകലർത്തി കോർത്തി ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാലയുണ്ട്. പിന്നെ താമരയും തുളസിയും കൂടി ചേർത്ത് കെട്ടിയുണ്ടാക്കിയിട്ടുള്ള 3ാമതൊരു തിരുമുടിമാലയും കൂടിയുണ്ട്. ഇതിനൊക്കെ പുറമേ ആയിട്ട് ഭഗവാന്റെ കഴുത്തിൽ നിന്ന് താഴേക്ക് 2 സുന്ദരമായ ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. ഒന്ന് താമരയും തുളസിയും കൊണ്ടും കെട്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. മറ്റൊന്ന് വെളുത്ത പൂക്കളും തുളസിയും കൊണ്ട് കെട്ടിയുണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ മാലകൾക്ക് മുകളിലായിട്ട് വിധാനമായിട്ടും 5-6 ഉണ്ടമാലകൾ തന്നെയാണ് ചാർത്തിയിട്ടുള്ളത്. അതിൽ താമര, തുളസി, തെച്ചി എന്നിവയൊക്കെ ചേർത്ത് കൂടെ തുളസിയും ഒക്കെ കൂടി ചേർത്തിട്ടുള്ള മാലകളാണ്. തുളസി മാലകളും ഉണ്ട്. തെച്ചിയുടെ ചുവപ്പ് ഭക്തൻ്റെ അനുരാഗമാണ്, ഭഗവാനോടുള്ള അനുരാഗമാണ്. വെളുത്ത പൂക്കള് ശുദ്ധമായ സത്വഗുണാണ്. തുളസിപ്പൂക്കൾ നമ്മുടെ സമർപ്പണത്തെയാണ് സൂചിപ്പിക്കുന്നത്.
വിധാനമായിട്ട് ചാർത്തിയുള്ള മാലകൾ ഭഗവാന് പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ കാരുണ്യ കുടക്കീഴിൽ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ആത്മീയ പ്രതീകമാണ്. നമുക്കും ആ തിരുനടയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കാം. ശ്രീലകത്ത് ആനന്ദക്കണ്ണനായി വെണ്ണയും ഓടക്കുഴലും പിടിച്ചു നിൽക്കുന്ന നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ നമുക്കെല്ലാം സമർപ്പിച്ച്, സർവവും സമർപ്പിച്ച് സാഷ്ടാംഗം പ്രണമിക്കാം. ആ തൃപ്പാദങ്ങൾ ഭക്തരായ നമുക്കുള്ളത് തന്നെയാണ്. ആ മന്ദഹാസം തൂകുന്ന മുഖത്തേക്ക് നോക്കി നമ്മുടെ ഹൃദയത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ച് നമുക്കൊന്നിച്ച് നാമം ജപിക്കാം. നാരായണ നാരായണ നാരായണ, കൃഷ്ണ ഗുരുവായൂരപ്പ.